ജനകോടികൾ മല കയറാനെത്തുന്ന മലയാറ്റൂർ മലയിലേക്ക് നമുക്കൊരുമിച്ചൊന്ന് യാത്ര ചെയ്താലോ? മനമൊരുകി പ്രാർത്ഥിച്ചാൽ എല്ലാം നടത്തി തരുന്ന മലയാറ്റൂർ മുത്തപ്പൻ്റെ ഗ്രാമം. മലയാറ്റൂർ ഗ്രാമവും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളും നമുക്കൊന്ന് കണ്ടാലോ? ഈ ഒരു നോമ്പുകാലത്ത് നമുക്കൊരുമിച്ച് മലയാറ്റൂർ മല കയറാം. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. 244 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന പെരിയാറിന് കുറുകെയുള്ള കുറിച്ചിലക്കോട് പാലവും കടന്ന് നമ്മൾ എത്തുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന മലയാറ്റൂരിൻ്റെ മണ്ണിലേക്കാണ്. പുണ്യനദിയായ പെരിയാറിൻ്റെ തീരത്തുള്ള ഈ ദേവാലയത്തെ ലോകത്തിലെ 8 അന്താരാഷ്ട്ര ആരാധനാലയങ്ങളിൽ ഒന്നായി വത്തിക്കാൻ ഈ പള്ളിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പാലമൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന വഞ്ചിയിലാണ്. ഇതൊരു കടവ് തന്നെയാണ്. എത്ര മനോഹരമാണെന്നറിയോ ഈ പെരിയാറിൻ്റെ തീരം. AD 900 കാലഘട്ടത്തിലാണത്രേ ഈ ഒരു താഴത്തുള്ള പള്ളി സ്ഥാപിതമായത്. എന്തായാലും നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് മുകളിൽ കാണുന്ന ആ മല കണ്ടോ? നമ്മുടെ മലയാറ്റൂർ മല ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. മലയാറ്റൂർ മലയിലേക്കുള്ള മലകയറ്റം ശരിക്കും ഈ താഴത്തെ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ആളുകളുണ്ട്. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് തന്നെ കാൽനടയായിട്ട് നമുക്ക് മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോവാം. അതുപോലെ തന്നെ അടിവാരത്തു നിന്നും പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ 2 ഡെസ്റ്റിനേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മലയാറ്റൂർ മലയ്ക്ക്. നമ്മൾ പെരിയാറിൻ്റെ തീരത്ത് നിന്ന് നേരെ നക്ഷത്ര തടാകമൊക്കെ ഇല്ലേ നമ്മുടെ മുന്നിലുള്ള, അങ്ങോട്ട് അടിവാരത്തേക്ക് യാത്രയായി. ഇനി അടിവാരത്ത് നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഈ അടിവാരത്തു നിന്നാണ് നമ്മൾ ശരിക്കും മലകയറ്റം ആരംഭിക്കുന്നത്. എത്ര ഭംഗിയാണല്ലേ മലയാറ്റൂർ ആ ഒരു ഗ്രാമം. AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിലാണ് സെൻറ് തോമസ് ആദ്യമായിട്ട് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ മലയാറ്റൂരിലേക്ക് സെൻറ് തോമസ് വരാനുള്ള മെയിൻ കാരണം അദ്ദേഹത്തിന് സുവിശേഷം പ്രഘോഷിപ്പിക്കാൻ വേണ്ടി ചോള രാജ്യത്തേക്ക് പോകാനുള്ള ഒരു കാരവൺ വേ ഈ ഒരു മലയാറ്റൂർ വഴിയായിരുന്നു. അങ്ങനെ അദ്ദേഹം മലയാറ്റൂരിൽ എത്തിച്ചേർന്നു. മലയാറ്റൂരിലുള്ള ജനങ്ങളോട് അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കാൻ എത്തിയപ്പോൾ അവിടെയുള്ളവർ അദ്ദേഹത്തെ എതിർക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ചെളിമണ്ണ് വാരി എറിഞ്ഞു എന്നൊക്കെയാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളിൽ ഈ സുവിശേഷം പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തെ മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഈ മലമുകളിലേക്ക് കയറി അവിടെ പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം നേടാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ കാണുന്ന മലയുടെ മുകളിൽ കയറി ദിവസങ്ങളോളം അദ്ദേഹം പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരുന്നു. പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം കർത്താവിൻ്റെ വിലാപിലിട്ട സ്വന്തം വിരലുകൾ കൊണ്ട് ഇരുന്ന പാറപ്പുറത്ത് 2-3 പ്രാവശ്യം കുരിശു വരയ്ക്കുകയുണ്ടായി. അപ്പം ഇതിന് സാക്ഷിയായിട്ട് അവിടെ നായാട്ടിന് വന്നിരുന്ന മലവേടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുരിശു വരച്ച പാറയുടെ ആ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു പ്രഭയുണ്ടായി. പിന്നീട് ആ കുരിശ് കണ്ട സ്ഥലത്ത് ആ പാറയിൽ അവരവരുടെ കയ്യിലിരുന്ന സ്വന്തം ആയുധം വച്ചെന്ന് സ്പർശിച്ചപ്പോൾ അവിടുന്ന് രക്തം വരുന്ന ഒരു അനുഭവമുണ്ടായി. ഇത് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു മലയാറ്റൂർ മലകയറ്റത്തിൻ്റെ തുടക്കത്തിന് കാരണമായി തോമാസ് ലീഗ കണ്ടു. കുറച്ച് കഴിഞ്ഞ് മലവേടന്മാരെ നോക്കിയപ്പോൾ സ്വർഗ്ഗഭൗമയുള്ളൊരു സ്ത്രീ വന്ന് തോമാസിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതായി അവർ കണ്ടു. ഇത് കണ്ട് അവർ അത്ഭുതപ്പെട്ട് നേരെ അടിവാരത്തേക്ക് ഓടി അവിടെ വന്ന് ആളുകളെ കൂട്ടി വീണ്ടും മലയാറ്റൂർ മല കയറി തോമാസ് ലീഗ ഇരുന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെയാണ് മലയാറ്റൂരിൽ ഒരു ക്രൈസ്തവ സമൂഹം പിറവിയെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ക്രൈസ്തവ സമൂഹം ഈ ഒരു കുരിശ് കണ്ട സ്ഥലത്തേക്ക് പലതവണ തീർത്ഥാടനം നടത്തിയിരുന്നു. ശരിക്കും വിശ്വാസികൾ എത്ര ത്യാഗങ്ങളും നൊമ്പരങ്ങളും സഹിച്ചാണെന്നറിയോ ഈ ഒരു മല കയറുന്നത്. എത്ര പറ്റില്ലെങ്കിലും ഈ ഒരു മലയുടെ മുകളിലെത്താൻ വേണ്ടി അവർ പ്രാർത്ഥിച്ച് ഈ കാണുന്ന കയറ്റമെല്ലാം കയറി പോകട്ടോ. മനസ്സിൽ നമുക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ പറയുന്ന കയറ്റങ്ങളൊന്നും നമുക്ക് വലിയ കയറ്റമായിട്ട് തോന്നുകയില്ല. എത്ര ക്ഷീണിച്ച് നമ്മൾ മല കയറിയാലും നമ്മൾ കയറുന്ന വഴികളിലൊക്കെ കുടിവെള്ളം ലഭ്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് മലയാറ്റൂർ മല കയറാം. ഞാൻ ഇത്രയും വർഷമായിട്ടും ആദ്യമായിട്ടാണ് മലയാറ്റൂർ മലയ്ക്ക് യാത്ര ചെയ്യുന്നത്. AD 1501 പോർച്ചുഗീസുകാരാണത്രേ ഈ ഒരു പള്ളി കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ സെൻറ് തോമസ് ആനകൾക്ക് നീങ്ങാൻ കഴിയാത്ത ഒരു വലിയ മരത്തടി കരിയിലേക്ക് വലിച്ചിഴച്ച് മെലിയപ്പൂർ രാജാവായ ചോഴ പെരുമാളിനെ മതവർത്തനം ചെയ്തുവെന്ന് പറയപ്പെടുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ സെൻറ് തോമസിൻ്റെ തിരുശേഷിപ്പുകൾ സിറിയയിലെ എഡീസയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 4-ാം നൂറ്റാണ്ടിൽ സെൻറ് തോമസ് ചർച്ച് ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ എഡേസയിൽ നിന്ന് വലിയൊരു കൂട്ടം ക്രിസ്ത്യാനികൾ മലബാറിലേക്ക് കുടിയേറി. അങ്ങനെ 5-ാം സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും തിരി കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ തിരിയെ കത്തിച്ച് പതിയെ പോയാൽ മതി.
എന്തായാലും എനിക്ക് എടുത്തു പറഞ്ഞ കാര്യം എല്ലാ സ്ഥലത്തും വെള്ളം വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ മലയുടെ മുകളിലോട്ട് കയറാൻ വേണ്ടി എത്ര പവറുള്ള മോട്ടർ ആയിക്കല്ലോ വെച്ചാണ്. അത് പ്യൂരിഫൈ ചെയ്തേക്കണ വാട്ടർ കേട്ടോ, നമുക്ക് കുടിക്കാനും പറ്റും. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണം നടക്കുന്ന ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് പള്ളിയിലെ പ്രധാന ഉത്സവം. ഈ പൊന്നിൻ കുരിശ് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സ്ഥലത്ത് മല കയറുന്ന വിശ്വാസികൾ ഇടപെടാതെ വിളിക്കുന്നത് പൊന്നിൻ കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം എന്നാണ്. നമ്മൾ പോകുന്ന ഓരോ വഴിയിലും തിരി കത്തിക്കുന്നതിന് പിറകിലായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഈ ഒരു മലവേടന്മാർ ആ ഒരു സ്വർണ്ണക്കുരിശിന് മുന്നിൽ തിരി കത്തിച്ച് വെച്ചിരുന്നു. അത് കെട്ടുപോകുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വരയാടുകൾ ശബ്ദമുണ്ടാക്കിയിരുന്നു. അതനുസരിച്ച് താഴേന്ന് ആളുകൾ വന്നിട്ട് വീണ്ടും ആ ഒരു തിരി അവരവിടെ കത്തിച്ച് വെച്ചിരുന്നു. നമ്മൾ മല കയറുന്ന ഓരോ സ്ഥലത്തും ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും വിശ്വാസികൾ ഇവിടെ തിരി കത്തിക്കുന്നത്. പ്രാർത്ഥനയോടെ മല കയറുന്ന ഓരോ വിശ്വാസിയിലും മലയാറ്റൂർ മുത്തപ്പൻ കൂടെ തന്നെയുണ്ട്. കാരണം ഈ ദുർഘടം നിറഞ്ഞ പാതയിലും ഇതുവരെ ഒരു അപകടം പോലും ആർക്കും സംഭവിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് വിശ്വാസമുണ്ട് മുത്തപ്പനെ ഈ മല കയറുന്നവർക്ക്. മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് മല കയറിയാൽ നമ്മുടെ എല്ലാ കഷ്ടതകളും മാറുമെന്ന വിശ്വാസത്തിലാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ മല കയറുന്നത്. ഈ മലയ്ക്ക് മുകളിലാണ് മലയാറ്റൂരിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ കയറി ചെന്നാൽ ആനകുത്തിയ പള്ളിയും പഴയ പള്ളിയും പിന്നെ തോമാസ് ലീഗയുടെ പൊന്നിൻ കുരിശും പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള പാറയും എല്ലാം ഈ മലയ്ക്ക് മുകളിൽ തന്നെയാണ്. ഈ പൊന്നിൻ കുരിശിരിക്കുന്ന ഈ ഒരു മലയുടെ ഉയരം ഏകദേശം 1300 അടിയാണ്. ഈ കുരിശുമുടി എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ഒരു പൊന്നിൻ കുരിശ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പൊന്നിൻ കുരിശ് മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി നാനാജാതി മതസ്ഥരും ഈ ഒരു മല കയറി വരാറുണ്ട്. ഈ മല കയറി വരുന്ന ഭൂരിഭാഗവും വിശ്വാസികൾ തന്നെയാണ്. ഇനി അത് വിശ്വാസമില്ലെങ്കിൽ തന്നെ നമ്മളിവിടെ വരുമ്പോൾ കാൽപാദവും സന്നിധിയും ആനകുത്തിയ പള്ളിയും പൊന്നിൻ കുരിശും എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് വിശ്വാസം തന്നെ ഓടി വരും. ഈ മലയ്ക്ക് മുകളിൽ വറ്റാത്ത ഒരു കിണറുണ്ട്. തോമാസ് ലീഗ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാഹജലത്തിന് വേണ്ടി സ്വന്തം വടി കൊണ്ട് അദ്ദേഹം പാറയിലടിച്ചു. അപ്പോഴാണത്ര ഈ ഒരു വറ്റാത്ത നീരുറവ അവിടെ ഉണ്ടായതെന്നാണ് വിശ്വാസം. കാരണം നമ്മുടെ താഴെ കണ്ടോ എത്ര വലിയ താഴ്വാര വന്ന് ഭയങ്കര കൊക്കേട്ടോ ആ സൈഡിലോട്ട്. ഈ മലയാറ്റൂർ മലയുടെ മേളിൽ കയറിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ ഒരു വറ്റാത്തൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് ഭയങ്കര രസമാണ്. നല്ല കാറ്റും. നമ്മുടെ രാവിലെ വരുവാണെങ്കിൽ ഭയങ്കര രസം കേട്ടോ. ഒരു 7-7:30 ആകുമ്പോൾ ഇവിടെ എത്തിയാൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഈ മലയ്ക്ക് മുകളിലേക്കാൻ എന്നാ രസമെന്നറിയോ. എന്തായാലും നമുക്കിത് ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോകാം. ഇതാണ് മലയ്ക്ക് മുകളിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള പള്ളി. പണ്ടിവിടെ ഘോര വനമായിരുന്നു. ആ സമയത്ത് ആന കുത്തിയ പള്ളിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. പണ്ട് കാലത്തൊക്കെ എപ്പോഴും ഇങ്ങോട്ട് മലകയറ്റമൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നേരമായിരിക്കും ഒരു പക്ഷേ ആന ഈ പള്ളി കുത്തിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായാലും വിശ്വാസികൾക്ക് ഇവിടം ഒരു വിശ്വാസ ഗോപുരം തന്നെയാണ്. ഇങ്ങോട്ട് തീർത്ഥാടകർക്ക് പ്രവേശനമില്ല കേട്ടോ. സന്നിധിയാണിത്, പ്രൈവറ്റ് ഏരിയ, നോ എൻട്രി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു വലിയ പാറയുണ്ട്, അപ്പുറത്തേക്ക് പോകാനില്ല. ഇതാണ് നമ്മുടെ തോമാസ് ലീഗയുടെ പാദമുദ്ര പതിഞ്ഞിട്ടുള്ള സ്ഥലം. ചില്ലൊക്കെ ഇട്ട് സ്ഥലമുണ്ടോ? ഏതാ പാദം? ശരി, എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ്. ഇവിടെ തൊട്ടടുത്തല്ല എയർപോർട്ട്. ഈ മലയാറ്റൂർ മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പടിയിറങ്ങുമ്പോൾ 2000 വർഷത്തോളം പരമ്പരാഗതമായി കൈമാറ്റം ചെയ്തു വന്ന വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ഈ മലയ്ക്ക് മുകളിൽ കയറി ഏത് കാര്യവും ഏതൊരു അസാധ്യ കാര്യവും നമ്മൾ പ്രാർത്ഥിച്ചാൽ
നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് നാനാമതസ്ഥരും വിദേശത്തുനിന്ന് പോലും ഒരുപാട് തീർത്ഥാടകർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.